ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സിദ്ധാർത്ഥിനോട് മുൻപുണ്ടായ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചന്ദ്രിക. അവൾ സങ്കടത്തോടെ പറയുന്നുണ്ട്, മഹേഷ് മലറിനെ പ്രസവിച്ചപ്പോൾ കാണാൻ വന്നിട്ടില്ല എന്നും അവൾ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് അവളെ നശിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നീട് ഒരു തവണ വന്ന സമയത്ത് മഹേഷ് ആണെങ്കിൽ അവളെ കൊണ്ടുപോയിട്ട് പുഴയിൽ, അതായത് ഒരു വെള്ളത്തിൽ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രികയാണ് പിന്നീട് അത് കണ്ടുപിടിച്ചിട്ട് പോയിട്ട് മലറിനെ രക്ഷിച്ചത്. ആ സമയത്ത് മലര് വെള്ളത്തിൽ മുങ്ങി താഴാൻ പോവുമായിരുന്നു. ഓരോ ദിവസവും വന്നിട്ട് ബുദ്ധിയില്ലാത്ത പെണ്ണാണ്, കറുത്ത പെണ്ണാണ്, മന്ദബുദ്ധിയാണ്, ഇങ്ങനെയുള്ള പെണ്ണിനെയാണ് നീ പ്രസവിച്ചത് എന്നും പറഞ്ഞിട്ട് ഓരോ ദിവസവും മലറിനെ അയാൾ ഉപദ്രവിക്കുമായിരുന്നു. അതും പറഞ്ഞു വന്ന് എന്നെ ഉപദ്രവിച്ച് മലറിനെ കൊല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിരന്തരം ഇത് തുടർന്നപ്പോൾ എനിക്ക് അയാൾക്കൊപ്പം ജീവിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ അയാളിൽ നിന്നും രക്ഷപ്പെട്ട് തനിയെ ജീവിക്കാൻ തുടങ്ങിയത്. ചന്ദ്രിക അവൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നത് കേട്ട് സിദ്ധാർത്ഥ വല്ലാത്ത വിഷമത്തോടെ കേട്ട് നിൽക്കുവാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, പക്ഷേ മഹേഷ് എന്നിട്ടും എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. അയാൾ അന്നും എന്നെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഓരോ തവണയും മലറിനെ കൊല്ലാനുള്ള ഓരോ അവസരങ്ങൾ അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും മഹേഷിന് മലറിനെ ജീവനോടെ വേണമെന്നൊന്നും ഒരാഗ്രഹവുമില്ല. അവളെ അയാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുമില്ല. എന്നിട്ട് പോലും സ്വന്തം മകളല്ലാതെ അവളെ സാറ് ഉള്ളം കൈ കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ് സർ. സ്വന്തം അച്ഛനിൽ നിന്നും കിട്ടേണ്ട സ്നേഹമോ വാത്സല്യമോ എൻ്റെ മലറിന് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്നാൽ സാർ അവളെ പൊന്നുപോലെയാണ് നോക്കുന്നത്. സാറിൻ്റെ കണ്ണിനുള്ളിലുള്ള കൃഷ്ണമണി പോലെയാണ് സാറ് എൻ്റെ മലറിനെ നോക്കുന്നത്. സാർ അവളെ ഓരോ കാര്യത്തിലും ശ്രദ്ധിക്കുന്നതും അവളോട് വാത്സല്യം കാണിക്കുന്നതും കാണുമ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണ് നിറയുവാണ് സർ. ജന്മം കൊടുത്ത അച്ഛന് അയാളുടെ കുഞ്ഞിൻ്റെ മേലില്ലാത്ത സ്നേഹവും വാത്സല്യവും സാറിന് എങ്ങനെ ഉണ്ടായി എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. എല്ലാ ആണുങ്ങളും മഹേഷിനെ പോലെ ആയിരിക്കുമെന്ന് ഒരു കാലത്ത് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തുടക്കകാലത്ത് ഞാൻ സാറിനെ വല്ലാതെ ഭയന്നതും വെറുത്തതും. എന്നാൽ എല്ലാ ആണുങ്ങളും മഹേഷിനെ പോലെ അല്ല എന്ന് സാറിനെ കണ്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒക്കെ കേട്ടതിന് ശേഷം സിദ്ധു പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം ചന്ദ്രിക, മഹേഷ് ഒരിക്കലും ഒരു മനുഷ്യനല്ല, അവനൊരു മൃഗമാണ്. മൃഗങ്ങൾക്കൊരിക്കലും മനുഷ്യനെ പോലെ മനസ്സിൽ സ്നേഹവും ദയയും ഒന്നും ഉണ്ടാവില്ല. നീ മഹേഷിനെ മനസ്സിൽ നിന്നും മറന്നു കളയണം. അവൻ നിന്നോട് ചെയ്ത ഓരോ ക്രൂരതകളും നീ മറന്നേക്ക്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഞാൻ അവനെ എപ്പോഴും മറന്നതാണ് സർ. പക്ഷേ സാറ് എന്നെയും മലറിനെയും കൈക്കുള്ളിൽ വെച്ച് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ മഹേഷ് എന്നോട് ചെയ്ത ഓരോ ക്രൂരതകളും ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് കാരണം എൻ്റെ ശരീരത്തിലുണ്ടായ മുറിവുകൾ പോയിട്ടുണ്ടാവും. പക്ഷേ അവൻ എൻ്റെ മനസ്സിനേൽപ്പിച്ച മുറിവുകൾ ഞാൻ മരിക്കും വരെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല സർ. ചന്ദ്രികയെ നോക്കി നിൽക്കുന്തോറും സിദ്ധുവിന് അവളോട് സഹതാപം തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. ചന്ദ്രികയും മലറിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധു എന്നും അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് മഹേന്ദ്രൻ റൂമിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അയാൾ ആകെ അപ്സെറ്റാണ്. ആ സമയത്താണ് കമ്മീഷണർ അയാളുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഓഫീസിൽ വരാൻ പറഞ്ഞിട്ട് വരാതിരുന്നത് എന്ന്. ഒരു പ്രശ്നം ഉണ്ടായി സർ, അതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞത്. എന്താ പറ്റിയത്? വരുന്ന വഴിക്ക് മഹേഷ് എന്നെ തട്ടിക്കൊണ്ടുപോയി സർ. അത് കേട്ടതും അയാൾ ഞെട്ടിപ്പോയി. എന്താ മഹേന്ദ്രൻ താങ്കൾ ഈ പറയുന്നത്? അതെ സർ, അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ കമ്മീഷണറോട് പറഞ്ഞു കൊടുക്കുകയാണ് മഹേന്ദ്രൻ. താൻ വണ്ടി എടുത്തിട്ട് വരുന്ന സമയത്ത് റോഡിലൊരു പയ്യൻ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടിട്ട് അവനെ സഹായിക്കാൻ വേണ്ടി പോയതും അത് മഹേഷ് ആയിരുന്നതും അവൻ വടിവെച്ച് തൻ്റെ തലക്കടിച്ച് ബോധം കെടുത്തിയിട്ട് തന്നെ ഒരു ഗോഡൗണിലേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ടതും അവിടെ വെച്ച് തന്നെ ഒരുപാട് മർദ്ദിച്ചതും ചന്ദ്രികയും സിദ്ധാർത്ഥിനെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ വേണ്ടിയാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് പറഞ്ഞതും അവസാനം മേഘയെ വിളിച്ചു വരുത്തിയിട്ട് മേഘയെ വെച്ചിട്ട് തന്നെ കൊല്ലാൻ ശ്രമിച്ചതും അവസാനം മേഘ വന്ന് മഹേഷുമായിട്ട് ഫൈറ്റ് നടത്തിയിട്ട് തന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തിയതും. പക്ഷേ ചന്ദ്രികയും സിദ്ധാർത്ഥിനെയും താൻ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ സമയത്ത് മേഘ അയാളോട് തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം ചന്ദ്രികയും സിദ്ധാർത്ഥിനെയും ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല. എല്ലാം കേട്ടതിന് ശേഷം പോലീസ് കമ്മീഷണർ മഹേന്ദ്രനോട് പറയുന്നുണ്ട്, സോറി മഹേന്ദ്രൻ, ഞാൻ കാരണമാണല്ലോ താങ്കൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ മഹേഷ് എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല സർ, പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അവൻ ചന്ദ്രികയും സിദ്ധാർത്ഥിനെയും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണം സർ. എന്നെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ മലറിനെയോ ചന്ദ്രികയോ സിദ്ധാർത്ഥിനെയോ തട്ടിക്കൊണ്ടുപോവാതിരിക്കില്ല സർ. അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി എല്ലാ സ്റ്റേഷനിലും ഈ ഒരു കാര്യം അർജൻറ്റായിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, രണ്ടുപേരുടെയും ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓരോ തവണയും പോലീസിനെ അറ്റാക്ക് ചെയ്ത് അവൻ രക്ഷപ്പെടുന്നത് കാരണം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എൻകൗണ്ടറിൽ വെടിവെച്ചിടാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്.
പിന്നീടും അവർ രണ്ടുപേരും എന്തൊക്കെയോ സംസാരിച്ചിട്ടാണ് കോള് കട്ട് ചെയ്തത്. മഹേന്ദ്രന് തീരെ സമാധാനം ഉണ്ടായിട്ടില്ല. പിറ്റേന്ന് മലരെ സ്കൂളിൽ പോവാൻ റെഡിയാവുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥാണ് അവൾക്ക് മുടി മടഞ്ഞ് കെട്ടിക്കൊടുക്കുന്നത്. ചന്ദ്രിക കുളി കഴിഞ്ഞ് വരുമ്പോൾ കാണുന്ന കാഴ്ച അതായിരുന്നു. മലറിൻ്റെ മുടി കെട്ടി കൊടുക്കുകയാണ് സിദ്ധാർത്ഥ്. അത് കണ്ടപ്പോൾ അവൾ അറിയാതെ അത് നോക്കി നിൽക്കുവാണ്. അവളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഒപ്പം സന്തോഷത്തോടെയാണ് നിൽക്കുന്നതും. മുടി കെട്ടി കൊടുത്തതിന് ശേഷം സിദ്ധാർത്ഥാണെങ്കിൽ മലറിൻ്റെ നഖം വെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അത് നോക്കി നിൽക്കുകയാണ് ചന്ദ്രിക. കാരണം ഒരു ചെറിയ കൊച്ചു കുഞ്ഞിനെ എന്ന പോലെയാണ് മലറിനെ സിദ്ധാർത്ഥ് പരിഗണിക്കുന്നത്. സിദ്ധാർത്ഥും മലരുമാണെങ്കിൽ ചന്ദ്രിക അവിടെ നിൽക്കുന്നതേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നഖം വെട്ടിക്കൊടുത്തതിന് ശേഷം സിദ്ധാർത്ഥ് മലറിനോട് പറയുന്നുണ്ട്, ഇതുപോലെ എപ്പോഴും സ്കൂളിൽ നീറ്റായിട്ട് നല്ല കുട്ടിയായിട്ട് വേണം പോവാൻ. ചന്ദ്രികയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോവാതെ വേഗം അടുക്കളയിലേക്കാണ് പോയത്. നഖം വെട്ടിയതിൻ്റെ വേസ്റ്റുമായിട്ട് സിദ്ധാർത്ഥ് പുറത്തേക്ക് പോവാണ്. ചന്ദ്രിക അടുക്കളയിൽ പോയിട്ട് ഇഡ്ഡലിയും കറിയും ഒക്കെ എടുത്തിട്ട് വരികയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക ഭക്ഷണം എടുത്ത് വന്നു കണ്ടപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക ഞാൻ കൊടുത്തോളാം. അപ്പോൾ ചന്ദ്രിക പാത്രം അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാണ്. സിദ്ധു ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ മലറിന് ചെറുതായിട്ട് തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക വേഗം തന്നെ വെള്ളം എടുത്ത് കൊടുത്തിട്ടുണ്ട്. സിദ്ധു തന്നെയാണ് അതും കൊടുത്തത്. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര ബോണ്ടോട് കൂടിയാണ് ഭക്ഷണം കഴിക്കുന്നത്, തമാശയൊക്കെ പറഞ്ഞിട്ട്. അത് നോക്കി നിൽക്കുകയാണ് ചന്ദ്രിക. അവളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സിദ്ധു കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? എന്താ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല സർ. സാറ് മലറിന് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടപ്പോൾ എനിക്കും കഴിക്കാൻ വിശപ്പ് വന്നു. അവൾ കണ്ണ് നിറഞ്ഞ് തുടച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയാണ്. അതിനെന്താ ചന്ദ്രിക, ഞാൻ നിനക്കും ഭക്ഷണം വാരിത്തരാലോ എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് അവൾക്കും ഭക്ഷണം വാരി കൊടുക്കുവാണ്. ചന്ദ്രികയാണെങ്കിൽ അത് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാണ് സിദ്ധു ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം അവൻ അവളോട് പറയുന്നുണ്ട്, ചന്ദ്രിക ഇനി മുതൽ എനിക്ക് 2 കുട്ടികളാണ്. ഒന്ന് ഈ ചെറിയ കുട്ടിയും ഇനിയൊന്ന് ഈ വലിയ കുട്ടിയും എന്ന് പറഞ്ഞ് അവളെ കാണിച്ചു കൊടുക്കുവാണ്. സിദ്ധു തമാശ രൂപയാണ് പറഞ്ഞതെങ്കിലും ചന്ദ്രികയ്ക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടവും സന്തോഷവും തോന്നുവാണ്. ആ സമയത്ത് ചന്ദ്രികയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക ചട്നിയിൽ എരി കൂടുതലുണ്ടോ? ആ ചട്നിയിൽ എരി കൂടുതലാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക എരിയുള്ളതുപോലെ അഭിനയിക്കുകയാണ്. അപ്പോൾ മലര് പറയുന്നുണ്ട്, ഇല്ലല്ലോ ചട്നിയിൽ എരി ഇല്ലല്ലോ. അപ്പോൾ സിദ്ധുവിന് മനസ്സിലായി ചന്ദ്രിക എരിഞ്ഞത് കൊണ്ടല്ല കണ്ണ് നിറഞ്ഞത് എന്ന്. അപ്പോൾ ചന്ദ്രിക മലറിനോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് എരിയുന്നുണ്ട് അതുകൊണ്ടാ. അപ്പോൾ സിദ്ധുവിന് മനസ്സിലായി ചന്ദ്രിക വെറുതെ പറഞ്ഞതാണെന്ന്. അവളുടെ കണ്ണ് നിറഞ്ഞതിൻ്റെ കാരണം അറിയാതിരിക്കാൻ വേണ്ടി. മലറിന് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി സിദ്ധു പറയുന്നുണ്ട്, ശരി ശരി സ്കൂളിനുള്ള ടൈമായി, വാ എഴുന്നേക്കാൻ നോക്ക്. അപ്പോൾ മലരാണെങ്കിൽ വേഗം എഴുന്നേറ്റിട്ട് അവിടെ അടുത്തുനിന്ന് പോവാണ്. മലര് പോയതിനു ശേഷം കൈ കഴുകി വന്ന് സിദ്ധാർത്ഥ് ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക പഴയ കാര്യങ്ങൾ ചിന്തിക്കരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. എന്തിനാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണും തോറും പഴയ കാര്യം ചിന്തിച്ചിട്ട് മനസ്സിന് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്? അപ്പോൾ അവളും പറയുന്നുണ്ട്, ഞാൻ ചിന്തിക്കരുത് എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ പോലും അറിയാതെ ഓരോ കാര്യങ്ങളും ആ ഓർമ്മയിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. മലരിനെ മാത്രമല്ല എന്നെപ്പോലും സാർ ഒരു കുട്ടിയായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ആ മഹേഷ് മലറിനെ മാത്രമല്ല എന്നെ ഒരു മനുഷ്യനായിട്ട് പോലും അയാൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചന്ദ്രിക വീണ്ടും ഓർമ്മകളിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് അവളെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രിക എന്തിനാ ഇപ്പോൾ ആ മൃഗത്തെ പറ്റി ആലോചിക്കുന്നത്? നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കൂ. അനാവശ്യമായ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ നോക്ക്. ചന്ദ്രിക സമ്മതമാണെന്ന അർത്ഥത്തിൽ തലയാട്ടുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, നോക്ക് ഞാനൊരു കാര്യം പറയാം, ഇനി മഹേഷിനെ കുറിച്ചുള്ള ഒരു ഓർമ്മകളും നിനക്ക് വരാൻ പാടില്ല, മനസ്സിലായോ? അപ്പോഴേക്കും മലര് പോവാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മലറിനെ കണ്ടതും ചന്ദ്രികയോട് സിദ്ധു പറയുന്നുണ്ട് കണ്ണ് തുടക്കാൻ വേണ്ടിയിട്ട്, സ്കൂളിലേക്ക് പോകാൻ റെഡിയായിട്ട് വന്നോ? ചന്ദ്രിക ഇനി ഞാൻ ഈ മലറിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് വേഗം എഴുന്നേക്കുകയാണ്. മലരാണെങ്കിൽ ബാഗ് തോളിലിട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിദ്ധു അത് വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ കാറിലല്ലേ പോകുന്നത്, ബൈക്കിലല്ലോ, പിന്നെ എന്തിനാ ബാഗിൻ്റെ വെയിറ്റ് സഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവനത് വാങ്ങി തോളിലിടുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി സംസാരിച്ച് പോകുന്നത് നോക്കി നിൽക്കുകയാണ് ചന്ദ്രിക. അവർ രണ്ടുപേരും ഒന്നിച്ച് നടന്നു പോകുന്നത് കാണുമ്പോൾ ചന്ദ്രികയുടെ കണ്ണ് നിറയുമായിരുന്നു മലറിന് ആ സ്നേഹം കിട്ടുന്നത് കണ്ടപ്പോൾ. കാറിലിരിക്കുന്ന സമയത്താണ് മലര് സിദ്ധാർത്ഥനോട് പറയുന്നത്, അച്ഛാ എൻ്റെ സ്കൂളിൽ നെക്സ്റ്റ് വീക്ക് സ്പോർട്സ് തുടങ്ങാൻ പോവാണ്, ഞാനതിൽ പങ്കെടുത്തോട്ടെ? അങ്ങനെയാണോ? തീർച്ചയായിട്ടും പങ്കെടുക്കടാ. സിദ്ധാർത്ഥ് എൻകറേജ് ചെയ്യാണ്. സ്പോർട്സ് മാത്രമല്ല യൂത്ത് ഫെസ്റ്റിവലും ഉണ്ട്. ആഹാ എങ്കിൽ അതിലും ചേർന്നോളൂ. ഏതിലൊക്കെയാണ് മാഡം ചേരാൻ പോകുന്നത്? സിദ്ധു തമാശയായിട്ട് ചോദിക്കുകയാണ്. ഞാൻ പാട്ട് മത്സരത്തിൽ, ഡ്രോയിങ്ങിൽ, അങ്ങനെ എല്ലാത്തിലും ചേരും എൻ്റെ ചെല്ലക്കുട്ടി. അങ്ങനെ വേണം. ജയിക്കുന്നതും തോൽക്കുന്നതും ഒരു വിഷയമേ അല്ല, പക്ഷെ നമ്മൾ എല്ലാത്തിലും പങ്കെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ടപ്പോൾ മലര് സന്തോഷത്തോടെ തലയാട്ടുവാണ്. അച്ഛാ എനിക്ക് ഡാൻസ് പഠിപ്പിച്ചു തരാമോ? നന്നായി, ഞാൻ നിന്നെ ഡാൻസ് പഠിപ്പിക്കണമെന്നോ? നല്ല കഥയാണ്. സിദ്ധു പൊട്ടിച്ചിരിക്കുകയാണ്. എടാ പൊന്നെ, എനിക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ അറിയില്ലടാ.
എനിക്ക് ഡാൻസ് അറിയില്ല എന്നുള്ളത് മോക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ മലര് ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ എവിടെ പോയിട്ടാണ് ഡാൻസ് പഠിക്കുക? ഏയ്, അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? നിൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ അറിയാലോ. അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചോ. അപ്പോൾ മലര് പറയുന്നുണ്ട്, അമ്മ കളിക്കുന്നതിന് പറയുന്നത് ഡാൻസ് എന്നല്ല അച്ഛാ, അതിന് പറയുന്നത് എക്സസൈസ്. മലര് പറഞ്ഞത് കേട്ടതും സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിക്കുകയാണ്. ആഹാ, എക്സസൈസ് ആണോ? എടി ദുഷ്ടേ, നിൻ്റെ അമ്മയെ തന്നെ കളിയാക്കുവാണല്ലേ നീ. ശരി ശരി, ഞാനിത് നിൻ്റെ അമ്മയോട് ചെന്ന് പറയാം. അയ്യോ, അമ്മയോട് പറയല്ലേ അച്ഛാ, ഇത് കേട്ടാ അമ്മ എന്നെ വഴക്ക് പറയും. അമ്മയോട് ഡാൻസ് പഠിപ്പിച്ചു തരാൻ പറഞ്ഞാൽ അമ്മ എനിക്ക് എക്സസൈസാണ് പഠിപ്പിച്ചു തരിക. അത് കൊണ്ടുപോയി ഞാൻ കളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കളിയാക്കി ചിരിക്കും അച്ഛാ. മലർ, നീ ആള് കൊള്ളാട്ടോ, നീയും എന്നെപ്പോലെ വലിയ ആളായി തീരും എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് കളിയാക്കി ചിരിക്കുകയാണ്. ശരി, അപ്പോൾ ഇനി എന്താ വേണ്ടത്? നിന്നെ ഡാൻസ് സ്കൂളിൽ ചേർത്താലോ? അതായിരിക്കും നല്ലത്. ഞാൻ നിന്നെ ഡാൻസ് സ്കൂളിൽ ചേർത്ത് വിടാം. അവിടെ വെച്ച് നീ നന്നായിട്ട് ഡാൻസ് കളിച്ച് നീ സ്കൂളിൽ നന്നായിട്ട് പെർഫോം ചെയ്തോ. അങ്ങനെയാണെങ്കിൽ പാട്ട് എനിക്ക് ആരാച്ചാ പഠിപ്പിച്ചു തരിക? ഏയ്, അതിനെന്താ, ആളില്ല എന്നാണോ കരുതുന്നത്? എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് പാട്ട് പഠിപ്പിച്ചു തരും. ഞാൻ അദ്ദേഹത്തോട് പറയാം. ശരി, അതവിടെ നിൽക്കട്ടെ. എന്ത് പാട്ടാണ് നീ പാടാൻ പോകുന്നത്? ഞാൻ നിലാവിൻ്റെ പാട്ടാണ് പാടാൻ പോകുന്നത്. നിലാവിൻ്റെ പാട്ടോ? വൈകുന്നേരം എന്നെ ക്ലാസ്സിൽ അയക്കണം അച്ഛാ. തീർച്ചയായിട്ടും നിന്നെ ഞാൻ ക്ലാസ്സിൽ കൊണ്ടുവിടാം. അവർ തമ്മിലുള്ള കുറച്ച് കോൺവെർസേഷനാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്കൂളിനടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണെങ്കിൽ ഒരു ഒമ്നി വാനിൽ മഹേഷ് അവിടെ വന്ന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കുറച്ച് ദൂരത്തോട്ട് മാറിയിട്ടാണ് മഹേഷ് നിൽക്കുന്നുണ്ടായിരുന്നത്. സിദ്ധാർത്ഥാണെങ്കിൽ സ്കൂളിന് മുന്നിൽ എത്തിയ സമയത്ത് മലറിനെ അവിടെ ഇറക്കി വിടുകയും മലര് വന്നിട്ട് സിദ്ധാർത്ഥിൻ്റെ നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ മഹേഷിനിങ്ങനെ ദേഷ്യം കയറുന്നുണ്ടായിരുന്നു. പക്ഷേ അവനിങ്ങനെ സംയമനത്തോടെ നിൽക്കുകയാണ്. മലരാണെങ്കിൽ അവിടെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് സിദ്ധാർത്ഥിന് ടാറ്റയൊക്കെ കൊടുത്ത് സിദ്ധാർത്ഥ് വണ്ടിയിൽ കയറിയ സമയത്ത് മലറിൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുമായിട്ട് സംസാരിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ അമ്മ അതിനെ അവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ കാറിൽ കയറിയിട്ട് മലറിനോട് ബൈ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മഹേഷ് വേഗം തന്നെ ഒമ്നി വാൻ എടുത്തിട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ്, മലറിൻ്റെയും കൂട്ടുകാരുടെയും. രണ്ടുപേരും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മലര് സ്കൂളിലേക്ക് കൂട്ടുകാരിക്കൊപ്പം നടക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും മഹേഷ് വന്നിട്ട് പിന്നീന്ന് വിളിക്കുകയാണ്, ഏയ് മലർ. അപ്പോൾ കൂട്ടുകാർ വേഗം നടന്നുപോയി. മലര് തനിയേ ഉണ്ടായിട്ടുള്ളൂ. മലരാണെങ്കിൽ മഹേഷിനെ കണ്ട സമയത്ത് അവളുടെ മുഖത്താകെ ടെൻഷൻ നിറയാണ്. അവളിങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. മഹേഷ് ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ മലർ, സ്കൂളിലേക്ക് പോകാൻ വന്നതാണോ? പക്ഷേ മലര് തിരിച്ച് മഹേഷിന് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. കുറച്ചു നേരം കൂടി അവനെ നോക്കി പേടിയോടെ നിന്നിട്ട് തിരിച്ചു പോകാൻ നിൽക്കുകയാണ് സ്കൂളിലേക്ക്. അപ്പോൾ മലര് പോകാൻ ശ്രമിച്ചപ്പോഴേക്കും മഹേഷ് മലറിൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും മലര് പേടിച്ച് കരയാൻ നോക്കുവാണ്. മഹേഷ് ആണെങ്കിൽ ചുറ്റിലും നോക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്, എന്താ മലർ, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നീ എന്താ ഒന്നും മറുപടി പറയാതെ പോകാൻ നോക്കുന്നത്? ഇല്ല, എൻ്റെ കൈ വിട്, എനിക്ക് സ്കൂളിലേക്ക് പോകണം. അപ്പോൾ മഹേഷ് ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്, നിൻ്റെ അമ്മയെപ്പോലെ തന്നെ നിനക്ക് നല്ല അഹങ്കാരമാണ്. എൻ്റെ കൈ വിട്, എനിക്ക് സ്കൂളിലേക്ക് പോകണം. മലരിങ്ങനെ വാശിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഇനി നീ സ്കൂളിലൊന്നും പോവണ്ട, നീ എൻ്റെ കൂടെ വരാൻ നോക്ക്. എൻ്റെ കൈ വിട്, എന്നെ എന്തിനെങ്ങനെ പിടിച്ച് വലിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മലരിങ്ങനെ സെക്യൂരിറ്റി ചേട്ടനെ നോക്കുവാണ്. സെക്യൂരിറ്റിയെ നോക്കുന്ന സമയത്ത് അയാൾ കോളിലാണ് ഉണ്ടായിരുന്നത്. ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു കാര്യം പോലും അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. മലരിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, സെക്യൂരിറ്റി അങ്കിൾ, സെക്യൂരിറ്റി അങ്കിൾ. പക്ഷെ അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അത് മഹേഷും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലര് പറയുന്നുണ്ട് മഹേഷിനോട്, കൈ വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഓ, പോലീസിനെ വിളിക്കോ? അങ്ങനെയാണെങ്കിൽ നിന്നെ തട്ടിക്കൊണ്ടു പോകുന്നതിൽ ഒരു തെറ്റുമില്ല. മലരിങ്ങനെ അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സെക്യൂരിറ്റി അങ്കിൾ, സെക്യൂരിറ്റി അങ്കിൾ, എന്നെ രക്ഷിക്കുന്നൊക്കെ. പക്ഷേ അയാൾ ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അയാൾ ഫോണിൽ തന്നെയാണ്. മഹേഷിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അയാൾ അങ്ങോട്ടേക്ക് നോക്കുന്നേ ഇല്ല എന്ന്. മലര് തന്നാലാവും വിധം അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മഹേഷ് അവളെ എടുത്ത് തൂക്കിയ സമയത്തൊക്കെ അവനെ അടിച്ച് ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സെക്യൂരിറ്റി ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ മഹേഷ് ധൈര്യമായിട്ട് മലറിനെ കൊണ്ടുപോയിട്ട് ഒമ്നി വാനിലെ പിന്നിലേക്ക് ഇടുകയാണ്. അപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്ത് മലരിങ്ങനെ അവനെ തല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ വിട്, എന്നെ വിട്, എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം, എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നെ വണ്ടി ഓട്ടാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മഹേഷിനെ തല്ലുവാണ്. മലരായതുകൊണ്ട് തന്നെ മഹേഷ് അത്രയും ക്ഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട്. മഹേഷിനെ മാക്സിമം മലര് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു പിന്നീന്ന് വണ്ടി ഓടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മലർ, അനങ്ങാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് മഹേഷ്. നീ എന്നെ എങ്ങോട്ടേ കൊണ്ടുപോകുന്നത്? എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം, എന്നെ ഇറക്കി വിട്. വായ പൂട്ടിയിട്ട് മിണ്ടാതിരിക്കും മലർ. പറഞ്ഞാൽ കേൾക്ക്, നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? ഇല്ല, എന്നെ വീട്, എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം. മലര് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മഹേഷ് തിരിച്ച് കുട്ടിയെ നന്നായിട്ടൊന്ന് ഉപദ്രവിച്ചിട്ട് മുഖത്ത് ഒരു അടി കൊടുത്തിട്ട് അവിടെ കിടത്തുകയാണ്.
മിണ്ടാതിരുന്നോളണം വായു പൂട്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല തല്ല് ഞാൻ വെച്ച് തരും എന്ന് മഹേഷ് ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ മലര് ഭയന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. അമ്മ അമ്മ എന്നെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അത് മാത്രമല്ല ഓംനിയുടെ ആ ഒരു ഗ്ലാസ്സിൽ കൂടി പുറത്തേക്ക് നോക്കിയിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മഹേഷ് ആണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ പേടിച്ചിട്ട് മലര് കരഞ്ഞുകൊണ്ട് അനങ്ങാതിരിക്കുകയാണ്. മഹേന്ദ്രനും ലക്ഷ്മിയും ജാനകിയും ചേർന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് വാസു ഗുരുക്കളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ എല്ലാവരും സ്വീകരിച്ച് അവിടെ ഇരുത്തുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, വാസുദേവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ വൈകി പോകുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് കരുതിയാൽ മതി. പുരുഷൻ്റെയും ഭാര്യയുടെയും ജാതകം എടുത്തിട്ട് വരൂ. ലക്ഷ്മി ആണെങ്കിൽ അകത്ത് പോയിട്ട് രണ്ടുപേരുടെയും ജാതകം എടുത്തുകൊണ്ട് വന്ന് ഗുരുക്കൾക്ക് കൊടുക്കുവാണ്. അത് നോക്കിയതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് രാത്രി 10 മണിക്ക് നല്ലൊരു മുഹൂർത്തമുണ്ട്. അദ്ദേഹം അത് പറഞ്ഞത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ആ സമയത്ത് ശാന്തി മുഹൂർത്തം വെക്കുകയാണെങ്കിൽ സന്താന ഭാഗ്യം ഉണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കുഞ്ഞുങ്ങളെ ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. അത് കേട്ടപ്പോൾ അവർക്ക് നല്ല സന്തോഷം ഉണ്ടാവുകയാണ്. നിങ്ങളുടെ കുടുംബം തലമുറകളായിട്ട് നല്ല കുടുംബമായിട്ട് തന്നെ വളരും. ഗുരുക്കൾ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി തന്നെ ശാന്തി മുഹൂർത്തത്തിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാം മഹേന്ദ്രൻ പറയുകയാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇന്ന് രാത്രി തന്നെ ശിവക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ഭർത്താവിനെ കൊണ്ടും ഭാര്യയെ കൊണ്ടും ശിവലിംഗത്തിന് മോൾ പാലഭിഷേകവും മറ്റുള്ള എല്ലാ പൂജകളും ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ നല്ല രീതിക്ക് തന്നെ ശാന്തി മുഹൂർത്തം നടക്കും എന്നുള്ളത് അതൊക്കെ അവർ അംഗീകരിക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.